ED എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിയുടെ ബി ടീമോ പോഷക സംഘടനയായിട്ടോ പ്രഖ്യാപിച്ചു കഴിഞ്ഞാലും തരക്കേടില്ല. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്നാണ് പേര്. പക്ഷെങ്കിൽ എലിമിനേറ്റഡ് ഡയറക്ടറേറ്റ് പ്രതിപക്ഷങ്ങളെ മുഴുവൻ എലിമിനേറ്റ് ചെയ്യുന്ന, പ്രതിപക്ഷത്തെ ഒതുക്കാൻ കേന്ദ്ര സർക്കാരിന് വിടുപണി ചെയ്യുന്ന ഒരു ചട്ടകമായിട്ട് പ്രവർത്തിക്കുന്ന ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ആയിട്ട് ED പ്രഖ്യാപിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. കോൺഗ്രസ് കേന്ദ്രം ഭരിച്ച കാലത്താണല്ലോ CBI കുറിച്ച് സുപ്രീം കോടതി പറഞ്ഞത് കൂട്ടിലടയ്ക്കപ്പെട്ട തത്ത. ED കുറിച്ച് ഇപ്പം പറയേണ്ടത് കൂട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാത്ത ഒരു തത്തയായിട്ട് മാറി. ഇന്ത്യ മുഴുവൻ ഒരു പുതിയൊരു ചൊല്ലുണ്ടല്ലേ, ഇലക്ഷൻ വരാറായി ED എത്തും. എത്ര മനോഹരമായ ഒരു കലയല്ലേ. തുടർച്ചയായി 15ാമത്തെ വർഷത്തിലേക്കാണ് BJP കേന്ദ്രത്തിൽ അധികാരത്തിലേക്ക് പോകുന്നത്. BJPയുടെ ഒരു നേതാക്കൾക്കെതിരെയും ഒരു അന്വേഷണത്തിനും തയ്യാറാകുന്നില്ലെന്ന് മാത്രമല്ല, ഇവിടെ ED ഒരു കേസ് അന്വേഷിക്കുന്നതുകൊണ്ട് യാതൊരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെങ്കിൽ പ്രതിപക്ഷ നേതാക്കളെ തെരഞ്ഞു പിടിച്ച് ആക്രമിച്ച് BJPയിലേക്ക് നേതാക്കന്മാരെ ചേർക്കാനുള്ള ഒരു ശ്രമം ED ഉപയോഗിച്ച് ചെയ്യുന്നതിനെ മാത്രമാണ് ഇന്ത്യയിലെ ജനങ്ങൾ എതിർക്കുന്നത്, ഞങ്ങളെപ്പോലുള്ളവർ. നോക്കൂ, കിറ്റെക്സിന്റെ മുതലാളി സാബു എം ജേക്കബ് 2020 എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹത്തിന് എതിരെ ഒരു EDയുടെ അന്വേഷണം വന്നപ്പോൾ രാഷ്ട്രീയ പാർട്ടിയുമായിട്ട് പെട്ടെന്ന് BJPയിലേക്ക് ലയിച്ചു. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ യാതൊരു അന്വേഷണവുമില്ല. EDയുടെ പ്രശസ്തി, ഇരട്ടത്താപ്പ് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒറ്റ ഒരു ഉദാഹരണമാണ്. നോക്കൂ, BJPയിൽ എത്തുമ്പോൾ ഒരു നേതാവിന്റെ അഴിമതി എങ്ങനെ മറയ്ക്കപ്പെടുന്നു, പൊറുക്കപ്പെടുന്നു എന്നുള്ളതിന്റെ യഥാർത്ഥ തെളിവാണ്. പശ്ചിമ ബംഗാളിലെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരായിരുന്നു? മമതാ ബാനർജിയുടെ ഏറ്റവും അടുത്ത അനുയായിയായിരുന്നു. 150 കോടിയുടെ അഴിമതി കണ്ടെത്തി BJP യൂട്യൂബിലൂടെയും മറ്റും പോസ്റ്റ് ഇടുകയും കേസെടുക്കുകയും ചെയ്ത് അദ്ദേഹം ഒരു സുപ്രഭാതത്തിൽ BJPയിലേക്ക് ചേക്കേറുന്നു. ഇന്നിപ്പോ പശ്ചിമ ബംഗാളിൽ നിന്നും BJP സീറ്റിൽ മത്സരിച്ച് ജയിച്ച് മുഖ്യമന്ത്രി സ്ഥാനത്ത് എത്തുമ്പോഴേക്കും അദ്ദേഹത്തിന്റെ കേസുമില്ല, അദ്ദേഹം നിരപരാധിയും നിഷ്പക്ഷനുമായി മാറി. ഇതാണ് യഥാർത്ഥ ഭാരതാംബയുടെ സംസ്കാരം കൊണ്ട് നടക്കുന്ന BJPയുടെ ഇരട്ടത്താപ്പ്.